ഓക്കെ, അപ്പം നെക്സ്റ്റ് ചാപ്റ്റർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. നോർമലി നമുക്കറിയാം, നമ്മൾ സാധാരണ ടാക്സ് അടയ്ക്കപ്പോഴാണ് ഒരു ഇയറിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കുക നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലാണ്. അതായത് 2023-24 പീരീഡിൽ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് പേയ്മെൻറ്റ് വരുന്നത് അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ ആയിട്ടുള്ള 2024-25 നോർമലി ഇങ്ങനെയാണ് നമ്മുടെ ടാക്സ് പേയ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ ഇൻകം ടാക്സ് അതോറിറ്റി എന്ത് പ്രൊവിഷൻ തരുന്നുണ്ട്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രൊവിഷൻ തരുന്നുണ്ട്. അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ കറണ്ട് ഇയറിൽ ഇൻകം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് അടയ്ക്കാനുള്ളൊരു പ്രൊവിഷൻ. അത് ഒരുമിച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അസസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് എത്രയാണോ അത് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതി. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇയറിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ലംസം എമൗണ്ട് ടാക്സ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. ഈ ഇയറിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വീണ്ടും ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി ഒന്ന് ജസ്റ്റ് നോക്കുക. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് മീൻസ് അതിന് വേറൊരു പേര് നമ്മൾ പറയാറുള്ളത് പേ ആസ് യു ഏൺ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് പേ ടാക്സ് ഓൺ ദ ബേസിസ് ഓഫ് എസ്റ്റിമേഷൻ ഇൻ ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇൻകം അസസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഇയറിൽ ആ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ എത്രയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് എസ്റ്റിമേഷൻ നമ്മൾ ആ പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യുകയാണ്? ടാക്സ് പേയ്മെൻറ്റ് നടത്തുകയാണ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ലംസം ആയിട്ടല്ല, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പറയുന്നത്. അത് ടാക്സ് അതോറിറ്റി പറഞ്ഞിട്ടുണ്ടാകും ഏതൊക്കെ പീരീഡിലാണ് ഈ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അടയ്ക്കേണ്ടതെന്നുള്ള ടാക്സ് അതോറിറ്റി തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. Okay. Then advance tax paid is adjusted against the total assessed for the assessment year. നമ്മൾ നെക്സ്റ്റ് ഇയറത്തെ ഇൻകം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട? വീണ്ടും ഈ എമൗണ്ട് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ തവണ അടയ്ക്കുന്ന എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യും? അടുത്ത ഇയറിൽ നമുക്ക്, അതായത് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലേക്ക് അത് അഡ്ജസ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് ഓൺലി വെൻ അഡ്വാൻസ് ടാക്സ് പേയബിൾ ഇസ് മോർ ദാൻ 10,000. എല്ലാ SSCസും ടാക്സ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കണമെന്ന് വെച്ചാൽ ആവശ്യമില്ല. നമ്മൾ ടാക്സ് എസ്റ്റിമേറ്റ് ചെയ്തു, നമ്മൾ ഒരു ഇയറിലെ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അസസ് ചെയ്ത സമയത്ത് അത് 10,000 ഓർ മോർ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റിൻ്റെ പ്രൊവിഷൻസ് നോക്കിയാൽ മതി. 10,000-ന് കുറവ് ടാക്സ് ലയബിലിറ്റി വരുന്ന ഒരു പേഴ്സണിന് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് അസസ് ചെയ്യുക. ടാക്സ് അസസ് ചെയ്തിരിക്കുന്നത് 10,000 ബിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പോയിൻ്റ് എപ്പോഴും മനസ്സിലാക്കണം. ദെൻ സീനിയർ സിറ്റിസൺ ഈസ് നോട്ട് റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ്. ഇനി എന്ത്? സീനിയർ സിറ്റിസൺസ് 60 ഇയേഴ്സിന് മുകളിൽ ഏജ് വരുന്ന സീനിയർ സിറ്റിസണിന് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ഹാവ് ഇൻകം, ദേ ഡോ നോട്ട് ഹാവ് ഇൻകം അണ്ടർ ബിസിനസ്. ഓക്കെ, ബിസിനസ് ഇൻകം ഇല്ലാത്തൊരു സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇൻകം ടാക്സ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് അടയ്ക്കേണ്ട ഒരു പ്രൊവിഷൻ വരുന്നില്ല. അപ്പോൾ സീനിയർ സിറ്റിസണിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് അടയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ടാക്സ് ഓൺ കറണ്ട് ഇൻകം. നമ്മളുടെ കറണ്ട് ഇയർത്തെ ഇൻകം എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്യുക. നോർമലി നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്യും. അതിന് നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. അതുപോലെ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറണ്ട് ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് എത്രയാണെന്നുള്ളത് നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സ്ലാബ് റേറ്റ് വെച്ചുകൊണ്ട് തന്നെ 2,50,000 വരെ ഇല്ലായിരിക്കും. ആൻഡ് നെക്സ്റ്റ് 5%, അടുത്ത എമൗണ്ട് 20%, ആൻഡ് എബവ് 10 lakh ആവുന്ന സമയത്ത് 30%. നോർമലി നമ്മൾ സ്ലാബ് റേറ്റ് വെച്ചിട്ട്
ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, സർചാർജ് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യണം. സർചാർജ് ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം സർചാർജ് ആഡ് ചെയ്യുക. ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആണ്, അത് നമ്മൾ ആഡ് ചെയ്യാം. ദെൻ എലോ റിലീഫ്. ഇനി നമുക്ക് എന്തൊക്കെ അതിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്ന ഐറ്റം എന്ന് പറയുന്നത് റിലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റിലീഫ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ആൻഡ് മാറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് അല്ലെങ്കിൽ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയും. അപ്പോൾ മാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ ഡിഡക്റ്റ് TDS ഓർ TCS. എന്താണ് TDS എന്ന് പറയുന്നത്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. TDSO അല്ലെങ്കിൽ TCS എന്ന് പറയുമ്പോൾ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇയറിൽ നമുക്ക് TDS അപ്ലിക്കബിൾ ആണ്. TDS അപ്ലിക്കബിൾ ആവുന്ന കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് 10% TDS അവിടെ അപ്ലിക്കബിൾ ആണ്. കാഷ്വൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അവിടെ 30% TDS ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ TDS വരുന്ന സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, TDS അവിടെ ലെസ് ചെയ്യാനുണ്ടാകും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, TDSൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. ഇതൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസ് എമൗണ്ടാണ് നമ്മളുടെ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അഡ്വാൻസ് ടാക്സിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇയറിലൊക്കെ അടച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഉണ്ടാവും. അങ്ങനത്തെ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ലെസ് ചെയ്യാം. ഇതൊക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മളുടെ അഡ്വാൻസ് ടാക്സ്. ഒരു ഇയറിൽ നമ്മൾ എത്ര എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തണം എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ എമൗണ്ട് നമുക്ക് കിട്ടാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഒന്നും കൂടെ കുറച്ചുകൂടെ മനസ്സിലാകും. ദെൻ ഇങ്ങനെ അഡ്വാൻസ് ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇതിന് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. ഇനി ആ ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെയാണ്, 4 തവണയായിട്ടാണ് നമ്മൾ നോർമലി അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നത്. എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഒരു 10,000 അഡ്വാൻസ് ടാക്സ് കിട്ടിയെന്ന് വിചാരിക്കുക. 10,000 ഓർ മോർ ആണെങ്കിലാണ് അടയ്ക്കേണ്ട ആവശ്യമുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 10,000 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 10,000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടച്ചു തീർക്കേണ്ടത്. ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു ഗഡു എന്ന് പറയുന്നത് എത്രയാണ്, 15th ജൂണിന് മുന്നേ ആയിട്ടാണ് നമ്മളത് അടച്ചു തീർക്കേണ്ടത്. ആൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് 15% ആണ്. അതായത് 10,000-ൻ്റെ 15% നമ്മൾ ആദ്യത്തെ ട്രൈമസ്റ്റർ നമ്മളുടെ ജൂൺ 15th മുന്നേ ആയിട്ട് അടച്ചു തീർക്കണം. ഓക്കെ, മിനിമം 15%. അതിൽ കൂടുതലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മിനിമം 15% എങ്കിലും നമ്മൾ ആദ്യം ജൂൺ 15th അടയ്ക്കണം. ഇനി അടുത്ത സെപ്റ്റംബർ 15th ആകുമ്പോഴത്തേക്കും, അടുത്ത 3 മാസം കഴിഞ്ഞ കാര്യം പറയുന്നത്, അടുത്ത 3 മാസം കഴിയുമ്പോഴത്തേക്കും അടുത്ത 30% നമ്മൾ അടയ്ക്കണം. അതായത് 10,000-ൻ്റെ ബാക്കി 30%. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, 45% അടച്ചിട്ടുണ്ടാകും. ആദ്യം 15% അടച്ചു, പിന്നെ 30%. ടോട്ടൽ 45% ഇപ്പോൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. 10,000-ൻ്റെ 45% നമ്മൾ സെപ്റ്റംബറോടുകൂടെ അടച്ചു കഴിയണം. ഇനി ഡിസംബർ 15th ആകുമ്പോഴത്തേക്കും, അതായത് അടുത്ത 3 മാസം കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് 30% അടയ്ക്കണം. അപ്പോൾ എത്രയായി, ടോട്ടൽ 75% അടച്ചു കഴിഞ്ഞു. ആദ്യം 15 അടച്ച്, പിന്നെ 30 അടച്ചു, എഗെയിൻ 30 അടച്ചു. അപ്പോൾ എത്ര, 75% ഇപ്പോൾ നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15th ആണ്, അടുത്ത 3 മാസം കഴിഞ്ഞിട്ട്. ആ മാർച്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത 25% കൂടെ അടയ്ക്കണം. അപ്പോൾ ഫൈനലി നമ്മളുടെ 100% നമ്മളുടെ അഡ്വാൻസ് ടാക്സ് അടച്ചു കഴിഞ്ഞു. അതായത് മാർച്ച് 15 ആകുമ്പോഴത്തേക്കും നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് 10,000 രൂപയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ 10,000 നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ പീരീഡും അതിൻ്റെ പെർസെൻറ്റേജും അത് കറക്റ്റായിട്ട് പഠിക്കണം. ആദ്യം 15%, അടുത്തതാകുമ്പോഴത്തേക്കും നമ്മൾ 45% അടച്ചു കഴിഞ്ഞു. ദെൻ തേർഡ് ആവുന്ന സമയത്തേക്ക് 75% അടച്ചു കഴിഞ്ഞു. നാലാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആകുമ്പോഴത്തേക്കും 100% അടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി ബൈ 31st March ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ കാഷ്വൽ ഇൻകം അറൈസിങ് ആഫ്റ്റർ 15th March. ഇനി മാർച്ച് 15th ശേഷം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിനോ കാഷ്വൽ ഇൻകോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ടാക്സ് നമ്മൾ മാർച്ച് 31 അടച്ചു തീർത്തിട്ടുണ്ടായിരിക്കണം. അതായത് മാർച്ച് 15 മുതൽ മാർച്ച് 31 ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കാഷ്വൽ ഇൻകോ അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 15 അടച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 31 ആ ഒരു ടാക്സും കൂടെ നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടതുണ്ടാവും.
ഇങ്ങനെയാണ് നമ്മളുടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പീരീഡും അതിൻ്റെ പെർസെൻറ്റേജും ഉണ്ടാവുക. അത് ജസ്റ്റ് നല്ലോണം പഠിച്ചു വയ്ക്കുക. ഇനി ഇങ്ങനെ നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാകും? ടാക്സ് അതോറിറ്റി പെനാൾട്ടി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് ജൂൺ 15-നുള്ളിൽ 15% നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരും. ഓക്കെ, അതിൻ്റെ ഒരു പെനാൾട്ടി വരും. അതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. സെക്ഷൻ 234B എന്ന് പറയുന്നത് 2 സെക്ഷൻസാണ് പഠിക്കാനുള്ളത് ഇത് റിലേറ്റഡ് ആയിട്ട്. സെക്ഷൻ 234B ആൻഡ് സെക്ഷൻ 234C. സെക്ഷൻ 234B എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഫോർ ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ, അഡ്വാൻസ് ടാക്സ് നമ്മൾ അടയ്ക്കാത്ത സിറ്റുവേഷൻസിൽ വരുന്നതാണ്. ഇഫ് ദ അഡ്വാൻസ് ടാക്സ് ഇസ് നോട്ട് പെയ്ഡ് ഓർ പെയ്ഡ് ലെസ് ദാൻ 90% ഓഫ് അസസ്ഡ് ടാക്സ്, then there will be simple interest at 1% per month from the first day of April. അവിടെ എന്നിട്ടാകും നമ്മൾ അടച്ചിട്ടില്ല. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 15th സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് 30% അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടച്ചിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്ത് വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് അവിടെ ചാർജബിളായിട്ട് വരും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1% നമ്മൾ അടയ്ക്കാത്തത്. എത്ര എമൗണ്ടാണ് അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ ആ അൺപെയ്ഡ് എമൗണ്ടിൻ്റെ മുകളിൽ 1% എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് പേയ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടി വരും. ഏത് മുതൽ? ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ. ഏപ്രിൽ 1 മുതൽ എന്നാണോ നമ്മളിത് അടയ്ക്കാത്തത് ആ ഒരു പീരീഡ് വരെയുള്ള ടാക്സ് എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് 234B എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഫോർ ഡീഫോൾട്ടിങ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ഇനി 234C എന്ന് പറയുന്നത് സിമിലർ തന്നെയാണ്. പക്ഷേ അതെന്താ? ഇൻട്രസ്റ്റ് ഫോർ ഡിഫർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ഡിഫർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺമെൻറ്റ്. നമ്മൾ അടച്ചിട്ടുണ്ട്, പക്ഷെ അതെന്തല്ല, കറക്റ്റ് ടൈമിലല്ല അടച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിലേ വരുത്തിയും കൊണ്ടാണ് അടച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് അടച്ചിട്ടില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ 234C പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് ചാർജബിളായിട്ട് വരും. ഡിഫർമെൻറ്റ് മീൻസ് പോസ്റ്റ്പോൺമെൻറ്റ്. ഓക്കെ, if there is shortfall of payment of advance tax, that is tax paid is less than 15%, 45%, 75% or 100% for first, second, third and fourth installment respectively, then interest is calculated at 1% per month for 3 months for first 3 installment and for 1 month in case of last installment. അത്രയൊന്നുമില്ല. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ 15% പോലും നമ്മൾ അടച്ചു തീർന്നില്ല. രണ്ടാമത്തേതായപ്പം 45%, അതായത് 15 + 30 45 അടയ്ക്കണ്ടേ, 45% അടയ്ക്കണ്ടേ, അത് അടച്ചിട്ടില്ല. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആയപ്പോഴത്തേക്ക് 75% അടച്ചിട്ടില്ല. നാലാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആകുമ്പോൾ നോർമലി 100% അടയ്ക്കണം, അത് നമ്മൾ അടച്ചിട്ടില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ 234C സെക്ഷൻ അപ്ലിക്കബിൾ ആയിട്ട് വരും. അതിൻ്റെ അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1% പെർ മന്ത് തന്നെയാണ്. ഇൻട്രസ്റ്റിൻ്റെ റേറ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ ആദ്യത്തെ ജൂൺ 15 ആയപ്പോഴത്തേക്ക് നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഏപ്രിൽ തൊട്ട് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തേത് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മൾ അടയ്ക്കാത്തതെന്നുണ്ടെങ്കിൽ അടുത്ത 3 മാസത്തിൻ്റെതാണ്. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു, സെക്കൻഡത്തേതാണ് അടയ്ക്കാത്തതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 3 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് അടയ്ക്കാത്തത്, അതായത് 1, 2 അടച്ച് മൂന്നാമത്തേതാണ് അടയ്ക്കാത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി 3 മാസത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെതാണെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തെ ഇൻട്രസ്റ്റ് മാത്രമാണ് എടുക്കുന്നത്. അതാണ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ 1 മാസത്തെ ഇൻട്രസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഷോർട്ട് ഫോൾ ഓഫ് എമൗണ്ട്. ഷോർട്ട് ഫോൾ എത്രയാണോ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൊത്തം എമൗണ്ടിൻ്റെ മുകളിലല്ല ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ തിയറി ആയിട്ടൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇതിനൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സ് ഡെപ്പോസിറ്റഡ് ബൈ ശ്രീ രാജു ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 ഈസ് ഗിവൺ ബിലോ. നമുക്ക് 4 ഇൻസ്റ്റാൾമെൻറ്റ് അവർ പേയ്മെൻറ്റ് എങ്ങനെ നടത്തിയെന്നുള്ളത് പറയുന്നുണ്ട്. ആദ്യത്തേത് ജൂൺ 14 അടച്ചിട്ടുള്ളത് 2900. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 15th സെപ്റ്റംബറിനാണ് അടച്ചിട്ടുള്ളത് 5700. ആൻഡ് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡിസംബർ 15 5700. ആൻഡ് ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റ് 15th മാർച്ച് 2024 4600.
ഇങ്ങനെയാണ് അടച്ചിട്ടുള്ളത്. അഡ്വാൻസ് ടാക്സ് അടച്ച് പീരീഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 15-ാം തീയതിക്ക് മുന്നേ ആയിട്ട് തന്നെ ഇവരെല്ലാ 4 എമൗണ്ടുകളും അടച്ചിട്ടുണ്ട്. ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പേബിൾ ഡ്യൂറിങ് ദ ഇയർ 24,600 ആണ്. അപ്പോൾ ഇവർ അസസ് ചെയ്തിരിക്കുന്നത് 24,600 രൂപ അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമ്മൾ ഈ പീരീഡിൽ അടച്ചിട്ടുണ്ടാക്കണം. ഇവർ അടച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. കമ്പ്യൂട്ട് ഇൻട്രസ്റ്റ് ഇഫ് എനി പേബിൾ അണ്ടർ സെക്ഷൻ 234B ആൻഡ് 234C. ഇൻകം ഡിറ്റർമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് December 31 ആണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് നോക്കാം, 234B എപ്പോഴാണ് വരുന്നത്? 234B എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ അടച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ്, ടോട്ടൽ അടച്ചിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് അസസ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ 90% കുറവാണെങ്കിലാണ് നമ്മൾ 234B സെക്ഷൻ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. 234C എപ്പോഴാണ് കാണുക? നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചിരിക്കുമ്പം അതിൽ ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് 234C അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇത് രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആൻസർ നോക്കുന്ന സമയത്ത് 234B നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റ് ഫോർ ഡീഫോൾട്ടിങ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഡീഫോൾട്ട് വരുത്തിയതിൻ്റെത്. അസസ്ഡ് ടാക്സ് 24,600 ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 24,600 ഇവർ ശരിക്കും അടയ്ക്കേണ്ടത്. ഓക്കെ. ദെൻ 90% ഓഫ് അസസ്ഡ് ടാക്സ്, അതായത് 24,600-ൽ 90% എന്ന് പറയുമ്പോൾ 22,140 ഇയാൾ അടച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇയാൾ ശരിക്കും അടച്ചിരിക്കുന്നത് എന്താണ്? അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഇവർ എത്ര എമൗണ്ടാണ് 4 പീരീഡിലായിട്ട് അടച്ചതെന്നുള്ളത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 18,900 രൂപയാണ് ഇവർ അടച്ചിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ 90% എന്ന് പറയുന്നത് 22,140 ആണ്. പക്ഷേ അടച്ചിരിക്കുന്നതാണെങ്കിൽ 18,900. അതായത് ശരിക്കും 90% ഇയാൾ അടച്ചിട്ടില്ല എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 234B അപ്ലിക്കബിളായിട്ട് വരും. 234Bയിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ഷോർട്ട് ഫോൾ എത്രയാണ് വന്നിട്ടുള്ളത് നോക്കാം. 24,600, അതിൽ ഇയാൾ അടച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 18,900. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാ? 90% എത്രയാണെന്ന് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ട് ഫോൾ ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത് 5,700 ആണ്. അത് നമുക്ക് കിട്ടുക അസസ്ഡ് ടാക്സിൽ നിന്ന് ആക്ച്വൽ ടാക്സ് അടച്ചിരിക്കുന്നത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഷോർട്ട് ഫോൾ ഓഫ് എമൗണ്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ. ഇനി ഈ ഷോർട്ട് ഫോൾ ഓഫ് എമൗണ്ട് 5,700 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ 1% ഇൻട്രസ്റ്റ് കാണണം. എത്ര പീരീഡിലേക്ക്? ഏപ്രിൽ മുതലുള്ള പീരീഡിൽ. ഇനി എത്ര പീരീഡ് വരെയാണ്? ഇൻകം അസസ് ചെയ്യുന്നത് 31 ഡിസംബറിനാണ്. അപ്പോൾ ഏപ്രിൽ ടു ഡിസംബർ വരെയുള്ള പീരീഡിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അത് നമ്മളെങ്ങനെ കാണും? 5,700 ഇൻറ്റു 1% പെർ മന്ത്, അതായത് 1% ഇൻറ്റു എത്ര മന്താണ്? ഏപ്രിൽ ടു ഡിസംബർ വരെ 9 മാസം. ഓക്കെ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 9 മന്ത്. ഈ 9 മന്തിലേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് 513 ആണെന്നുള്ളത് കിട്ടി. ഇതാണ് സെക്ഷൻ 234B എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം എന്ത് നോക്കുക? ശരിക്കും അസസ്ഡ് ടാക്സ് അതിൻ്റെ 90% എത്രയാണ് നോക്കുക. ആൻഡ് ആക്ച്വൽ അടച്ചിരിക്കുന്ന എമൗണ്ട് 90% അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ 234B അപ്ലിക്കബിൾ ആണ്. ഇനി അവിടെ ഷോർട്ട് ഫോൾ ഓഫ് എമൗണ്ട് ആണ് നമുക്ക് അറിയേണ്ടത്. അതെങ്ങനെയാണ്? അസസ്ഡ് ടാക്സ് മൈനസ് ആക്ച്വൽ ടാക്സ് പേയ്മെൻറ്റ് 5,700. ആ ഷോർട്ട് ഫോൾ ഓഫ് എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ 1% വെച്ചിട്ട് ഫൈനൽ നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ടാക്സാണ് നമ്മൾ ഇൻട്രസ്റ്റാണ് നമ്മൾ കാണേണ്ടത്. ഇതിൽ 9 മന്തിലേക്കുള്ളത്. ഓക്കെ. അപ്പോൾ 513 ആണ് കിട്ടി. ഇനി 234C എങ്ങനെയാണ്? അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓരോ പീരീഡിലും എത്ര വെച്ചിട്ടാണ് നമ്മൾ കാണുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ 234C കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഫോർ ഡിഫർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അപ്പോൾ അതിൽ നമുക്ക് 4 ഇൻസ്റ്റാൾമെൻറ്റിലായിട്ട് പറയാം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 15, സെക്കൻഡ് ആകുമ്പോൾ 30 ആവും, ഫോർത്ത് ആകുമ്പോൾ 30, തേർഡ് ആകുമ്പോൾ 30, ലാസ്റ്റ് 25%. അങ്ങനെ 100% നമ്മൾ അടച്ച് കഴിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ അസസ്ഡ് ടാക്സ് 24,600 ആണ്. ഇതിന് നമ്മൾ ഈ ബേസിസിൽ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. 24,600-ൻ്റെ 15%
3690, 30% ആൻഡ് നെക്സ്റ്റ് 30% ആൻഡ് 25%. ഇങ്ങനെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ്ലി ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും അടയ്ക്കേണ്ട എമൗണ്ടിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യാം. നമ്മൾ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം 3690 നമ്മൾ അടച്ചു. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, 3690 7380 ടോട്ടൽ 11,070 അടച്ചിട്ടുണ്ടായിരിക്കണം. തേർഡ് ആകുമ്പോഴത്തേക്കും അനദർ 7,380 കൂടെ ആഡ് ചെയ്യുമ്പോൾ 18,480 അടച്ചിട്ടുണ്ടായിരിക്കണം, 75%. ലാസ്റ്റ് 25% 61,50 കൂടെ അടയ്ക്കുമ്പോൾ ഈ 24,600 കംപ്ലീറ്റ് ആകും, 100% ആകും. അതായത് അക്യുമുലേറ്റ് ചെയ്യുക. ആദ്യം 3,690, പിന്നെ പ്ലസ് ആദ്യത്തെ 2 ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോൾ 11,070 ആകും. ദെൻ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും കൂടെ കഴിയുമ്പോൾ 18,480 ആകും. നാലാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും കൂടെ കഴിയുമ്പോൾ 24,600 ആകും. അതാണ് ഈ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഷോർട്ട് ഫോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യത്തേത് നോക്കുക. ആദ്യത്തേത് 3,690 നമുക്ക് അടയ്ക്കേണ്ടത്. നമ്മൾ അടച്ചിട്ടുള്ളത് എത്രയാണ്? 2,900. ഓക്കെ, അപ്പോൾ അവിടെ 3,690 അടയ്ക്കേണ്ട സ്ഥലത്ത് 2,900 അടച്ചിട്ടേ ഉള്ളൂ. ബാക്കി 790 രൂപ ഷോർട്ട് ഫോളാണ്. അതിന് നമ്മൾ ഇൻറ്റു 3 മന്തിലേക്ക് 1% വെച്ച് 3 മന്തിലേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 24 ആണ് അതിൻ്റെ എമൗണ്ട് കിട്ടുക. നെക്സ്റ്റ് ഷോർട്ട് ഫോൾ ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്ക്. ഷോർട്ട് ഫോൾ ഓഫ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് നോക്കാം. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് 11,070 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ അടച്ചിരിക്കുന്നത് 2,900 5,700 കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര വന്നിട്ടുണ്ടാകും? 8,600 രൂപയെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചിട്ടുള്ളൂ. ബാക്കി ബാലൻസ് എമൗണ്ട് 2,470 ഉണ്ട്, ഇതിൻ്റെ ഡിഫറൻസ് എമൗണ്ട്. അതിന് നമ്മൾ ഇതുപോലെ തന്നെ 3 മന്തിലേക്ക് 1% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് 74. ഇനി അടുത്തത് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴത്തേക്കും 18,450 നമ്മൾ അടച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇത് ഈ 3 എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും നോക്കാം. എത്ര ഉണ്ട്? 14,300 വരുള്ളൂ. അപ്പോൾ ബാക്കി ബാലൻസ് 4,150 മുകളിൽ നമ്മൾ 1% വെച്ച് 3 മന്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 125. ഇനി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴത്തേക്കും 24,600 ഉണ്ടായിരിക്കണം. 24,600 ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ ടോട്ടൽ ഇത് 4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻസ്റ്റാൾമെൻറ്റും കൂടെ അടച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 18,900 അടച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ബാലൻസ് എമൗണ്ട് 5,700 അവിടെ നമ്മൾ 1% വെച്ച് ഒരു മാസത്തേക്കുള്ളത് മാത്രം കണ്ടാൽ മതി. അവിടെ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 3 മാസത്തേക്കില്ല, മാർച്ച് മാസത്തേക്ക് മാത്രം നമ്മൾ കണ്ടാൽ മതി. ദാറ്റ് ഈസ് 57. അപ്പോൾ 234 പ്രകാരം നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുന്നത് 24 ഉണ്ട്, 74 ഉണ്ട്, 125 ഉണ്ട്, 57 ഉണ്ട്. ടോട്ടൽ 280 ആണ് 234 പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് ചാർജബിൾ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു വെച്ചിരിക്കുന്നത് എത്രയാണ്? 513 ഉണ്ട്. 234B പ്രകാരം 513 ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 793 നമുക്ക് ടോട്ടൽ ടാക്സ് പേയബിൾ ആയിട്ട് വരുന്നത്. ഇതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ 234Bയും 234Cയും ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. അതെപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 234C എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഷോർട്ട് ഫോൾ വരുന്ന സമയത്താണ് 234C നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷോർട്ട് ഫോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 234B എപ്പോഴാണ്? ടോട്ടൽ SS ചെയ്തിരിക്കുന്ന ടാക്സിൻ്റെ 90% പോലും നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് 234B സെക്ഷൻ പ്രകാരം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് പ്രൊപ്പോർഷൻ ചെയ്യുന്നത് ഒന്ന് പഠിക്കാം. ഈ പറഞ്ഞതുപോലെ 24,600 നിങ്ങൾക്ക് ടോട്ടൽ അസസ്ഡ് ടാക്സ് എന്നുണ്ടെങ്കിൽ അസസ്ഡ് ടാക്സ് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും, അതല്ലെങ്കിൽ നമ്മൾ നോർമലി ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ സ്ലാബ് റേറ്റ് വെച്ചിട്ട് കാണേണ്ടി വരും. അങ്ങനെ കിട്ടിയിരിക്കുന്ന അഡ്വാൻസ് ടാക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊപ്പോർഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അഡ്വാൻസ് ടാക്സിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്. ടോട്ടൽ അസസ്ഡ് ടാക്സിനെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക?
ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത്. ദെൻ അത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിന് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് ലാസ്റ്റിലത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ആകെ അഡ്വാൻസ് ടാക്സിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനും കൂടെ എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ.